ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പലർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് കടന്നാലോ? അങ്ങനെ നമ്മുടെ അമ്മായി പറയാനുണ്ട്, പ്രമീളെടുത്തി അവൾ നിർബന്ധിക്കണ്ട, അവൾക്ക് അങ്ങോട്ട് പോകാൻ താല്പര്യമില്ലെങ്കിൽ അവൾ ഇന്ന് ജോലിക്ക് പോകണ്ട, എന്തായാലും അവളുടെ ജോലിക്ക് പോകുന്നത് ശ്യാമോന് വലിയ ഇഷ്ടമൊന്നുമില്ല എന്ന് പറയാണ്. എൻ്റെ ഭഗവാനെ കൃഷ്ണ, നീയേ തുണ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അമ്മായി പോകുക കേട്ടോ. അമ്മായി പോയി കഴിയുമ്പോൾ അമ്മ ശ്രുതിയത്ത് പറയണ്ടേ, ദേ അമ്മായി അങ്ങനെയൊക്കെ പറയും, പക്ഷേ നീ അവിടെ പോയിട്ട് അവരുടെ യാത്ര പറയണം കേട്ടോ. അവരെന്തായാലും വിളിച്ചതല്ലേ, മോൾ അവിടെ വരെ പോയിട്ട് ഒന്ന് യാത്രയൊക്കെ പറഞ്ഞിട്ട് വാ എന്ന് പറയാണ്. ശ്രുതി ശരി അമ്മേ എന്ന് പറയുന്നുണ്ട്. അതേസമയം നമ്മുടെ ലാവണ്യാണെങ്കിൽ അശ്വിൻ ജോലി ചെയ്യുന്ന സമയത്ത് അശ്വിൻ്റെ അടുത്തേക്ക് വരും കേട്ടോ. യെസ്, നീ തിരക്കാണോ? ഇല്ല, നീ പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. അതെ, എനിക്ക് നിന്നോട് ഒരു കാര്യം ചോദിക്കാനാണ്, ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി. അഞ്ജലി ചേച്ചിയും മുത്തശ്ശിക്ക് ഭയങ്കര വിഷമത്തിൽ. എന്താ കാര്യം? അതെ, ഇന്ന് ആ കാർട്ടൂൺ ബേബിയുടെ ലാസ്റ്റ് ദിവസമാണ് ഇവിടെ വരുന്നതിൻ്റെ, അതിൻ്റെ വിഷമത്തിലാണ് എന്ന് പറയാണ്. അവൾക്ക് എന്തൊക്കെയോ സമ്മാനം കൊടുക്കണമെന്ന് മുത്തശ്ശി അഞ്ജലി ചേച്ചിയൊക്കെ പറയുന്നുണ്ട്. എനിക്കും അവൾക്ക് സമ്മാനം കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. സത്യം പറയാലോ യെസ്, എനിക്കും അവൾ പോകുന്നതിൽ വല്ലാത്ത വിഷമമുണ്ട്. എനിക്കും എന്തോ ഒരു വിഷമം പോലെയൊക്കെ അവൾ പോകുന്നതിൽ. അതിനിപ്പോൾ ഞാൻ എന്ത് വേണമെന്നാണ് നീ പറയണത്? അല്ല, നീ എന്തിനു സജസ്റ്റ് ചെയ്യാമോ? അവൾക്ക് എന്ത് ഗിഫ്റ്റ് കൊടുക്കണം ഒന്നൊന്ന് പറയാവോ? നീ ഒന്ന് പറയുകയാണെങ്കിൽ ആ ഗിഫ്റ്റ് മേടിച്ച് അവൾക്ക് കൊടുക്കാലോ എന്ന് പറയാണ്. വാട്ട് നോൺസെൻസ് ലാവണ്യ, ഇവിടെ ഞാൻ ഇത്ര തിരക്കടിച്ച് പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇത്ര സില്ലി കാര്യങ്ങൾ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വരേണ്ടത് എന്ത് കാര്യത്തിന്? ഔട്ട്, ഗെറ്റ് ഔട്ട്. ദേ, ഞാനൊരു കാര്യം പറയാം. അവൾക്ക് ഫെയർവെൽ കൊടുക്കുവോ, അവൾക്ക് സമ്മാനം കൊടുക്കുവോ, എന്ത് ചെയ്തോ, അതിന് എന്നോട് ചോദിക്കേണ്ട കാര്യമില്ല എന്ന് പറയാണ്. അതിനുശേഷം സോറി യേസ്, ഞാൻ നിന്റെ ജസ്റ്റ് സജഷൻ ചോദിച്ചതേ ഉള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ, ശരി ശരി, നീ വർക്ക് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് ലാവണ്യ അവിടുന്ന് പോകുക കേട്ടോ. അതിനുശേഷം നമ്മുടെ ലാവണ്യയുടെ കൂടെ തന്നെ നമ്മുടെ അശ്വിനും താഴത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ മനോരമ പറയുന്നുണ്ട്, എന്നാലും അവൾക്ക് ഇവിടെ കീറസാരിക്കായിട്ട് ഇനി മുതൽ ബഹളം ഇവിടെ കേൾക്കണ്ടല്ലോ, അല്ലെങ്കിൽ രാവിലെ തുടങ്ങും അഞ്ജലി മേഡം അങ്ങനെ ചെയ്യും, ലാവണ്യ മേഡം ഇങ്ങനെ ചെയ്യും, മുത്തശ്ശിയമ്മേ എന്ന് പറഞ്ഞിട്ട് തുടങ്ങും. ഇനി എന്തായാലും അവളുടെ ബഹളവും കാര്യങ്ങളുണ്ടല്ലോ. ഹാവൂ സമാധാനം എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയണ്ട, മനോരമേ നീ എന്ത് വർത്താനം പറഞ്ഞത്? അവൾ ഇവിടെ ചെയ്യുന്ന കാര്യങ്ങളൊന്നും നീ മറന്നുപോയോ? സത്യം പറയാൻ കുഞ്ഞൻ കല്യാണത്തിന് സമ്മതിച്ചതിന് ഏറെ കുറെ കാരണം അവൾ തന്നെയാണ്. ലാവണ്യയുടെ ഈ മാറ്റത്തിനൊക്കെ കാരണം അവൾ തന്നെയാണ്. അതുമാത്രമല്ല, നിന്റെ മോനെ കാര്യത്തെ കുറിച്ച് നീ പോലെ തിരക്ക് പിടിക്കുന്നുണ്ടല്ലോ, എത്ര പെട്ടെന്ന് അവൻ്റെ കല്യാണം നടക്കുന്നു, അതിനൊക്കെ കാരണക്കാരി ആരാ? എല്ലാത്തിനും കാരണക്കാരി ശ്രുതിയാണ്. ശ്രുതി, അവളുടെ ഉദ്ദേശം വേറെയായിരുന്നു. അവളുടെ വന്നതിന് പല ഉദ്ദേശങ്ങളുണ്ട്. പിന്നെ നമ്മളിവിടെ ശമ്പളവും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ എന്ന് പറയാണ്. അവളുടെ വന്നത് വേറൊന്നിനുമല്ല, അവളുടെ ചേച്ചി ഉണ്ടല്ലോ, ആ സുന്ദരി കോത, അവളെ എൻ്റെ മോനെയും കൂടി പ്രേമിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവളിവിടെ വന്നത്. വൃത്തികേട് പറയല്ലേ മനോരമ എന്ന് മുത്തശ്ശി പറയണം. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കൊന്നും പിടിക്കുന്നില്ല, എന്തായാലും ഇന്നതോടെ കഴിഞ്ഞല്ലോ അവളുടെ പൂരം എന്ന് പറയാണ്. ആ സമയത്ത് നമ്മുടെ അശ്വിൻ പറയുന്നുണ്ട്, അതെ അവൾക്ക് ഫെയർവെല് കൊടുക്കോ, എന്ത് ചെയ്യണമെങ്കിലും നിങ്ങൾ ചെയ്തോ, അതിന് എന്നെ കൂട്ടുപിടിക്കണ്ട. അല്ലെങ്കിൽ അവൾ എത്രമാത്രം സേവനം എന്താണ് ചെയ്തിരിക്കുന്നത്? എനിക്ക് അവളുടെ സേവനം ചെയ്തിട്ടൊന്നും തോന്നിയിട്ടുന്നില്ല. അവൾ കൊടുത്ത ശമ്പളത്തിന് എന്തൊക്കെയോ പണി ചെയ്തു പോയി, അത്രയേ ഉള്ളൂ, അല്ലാണ്ട് അവൾ വേറെ ഒന്നും ഇവിടെ ചെയ്തിട്ടില്ല എന്ന് പറയാണ്. അതിന് കൃത്യമായിട്ടുള്ള ശമ്പളം തന്നിട്ടുമുണ്ട്. ദേ കുഞ്ഞ, മുത്തശ്ശി വിളിച്ചിട്ടാ അവൾ ഇന്നൊരു ദിവസം വരുന്നത്, അല്ലെങ്കിൽ അവൾ ഇന്ന് വരില്ലായിരുന്നു. ഇന്നത്തെ ദിവസം ശമ്പളവും കൂടി അവളിന്ന് മേടിക്കട്ടെ വെച്ചിട്ട് വന്നതായിരിക്കും അവൾ എന്ന് പറയാണ്. എന്നിട്ട് അതിനുശേഷം നമ്മൾ അശ്വൻ പറയുന്നുണ്ട്, ദേ അവൾ ഇന്നത്തോടുകൂടി ഇവിടെ പറഞ്ഞയച്ചു, ഇനി അവൾ ഇവിടെ വരാതിരിക്കാൻ വേണ്ടി കൂടി നോക്കണം. ഇന്നത്തോടുകൂടി ശല്യം തീർന്നല്ലോ എന്നൊക്കെ അശ്വിൻ ഇങ്ങനെ പറയുക കേട്ടോ. ആ സമയത്ത് മനോരമ പറയണ്ട, അതെ കുഞ്ഞൻ പറഞ്ഞത് വളരെ ശരിയാണ്. അവൾ ഇതിന് മാത്രം ഇവിടെ എന്ത് കുന്തുവാ ചെയ്തത്? ഈ മുത്തശ്ശിക്കും ഈ അഞ്ജലി മോൾക്കും എപ്പോഴും അതെ അവളെ പിടിച്ച് തലയിൽ വെച്ചാലേ സമാധാനമാവുള്ളൂ എന്നൊക്കെ പറയാണ്. എന്തായാലും എന്താണ് അവൾ വലിയ കാര്യങ്ങൾ ചെയ്തിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അശ്വിൻ അവിടെ നിന്ന് എഴുന്നേക്കുവാട്ടോ. അശ്വിൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പെട്ടെന്ന് തിരിയുമ്പോഴാണ് അവിടേക്ക് ശ്രുതി വരുന്നത്. ശ്രുതി ആ വർത്തനമൊക്കെ കേട്ടിട്ട് ഇങ്ങനെ അശ്വിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാട്ടോ. അശ്വിൻ്റെ മനസ്സിൽ വല്ലാത്തൊരു വിഷമമാണ്, കാരണം ശ്രുതി പോണതിൻ്റെ ആ ഒരു വിഷമമാണ് അശ്വിനെ തീർക്കണത്. അശ്വിൻ പെട്ടെന്ന് ശ്രുതിനെ നോക്കിയിട്ട് വളരെ വിഷമത്തോടു കൂടി ശ്രുതിനെ ഇങ്ങനെ നോക്കുവാണ്. ശ്രുതി ആ സമയത്ത് അശ്വിനെ നോക്കുന്നുണ്ട്. അതിനുശേഷം അശ്വിൻ അവിടെ നിന്ന് അങ്ങോട്ട് പോകുവാട്ടോ. പോയി കഴിയുമ്പോഴേക്കും നമ്മുടെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തിരിച്ചു പോകുവാണ്. അതായത് അശ്വിനാണ് പറഞ്ഞത് കേട്ട വിഷമത്തോടു കൂടി തന്നെ ശ്രുതി തിരിച്ചു പോകുമ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, ശ്രുതി മോളെ നീ എവിടെ പോകുന്നു? നിൽക്ക്, നിന്നെ വിളിച്ചത് ഞാനല്ലേ, അപ്പം എന്നോട് യാത്ര പറയാണ്ട് നീ പോകുവാണോ? ഇങ്ങ് വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. ദേ കുഞ്ഞിന് അങ്ങനെയൊക്കെ പറയും, നീ അതൊന്ന് കേട്ട് വിഷമിക്കേണ്ട കേട്ടോ, അവൻ്റെ സ്വഭാവം നിനക്ക് അറിയാവുന്നതല്ലേ എന്നിങ്ങനെ പറയാണ്. ഈ ഇടയായിട്ട് എന്താണെന്നറിയില്ല, 2 ദിവസമായിട്ട് അവർ വല്ലാത്ത ദേഷ്യവും കാര്യങ്ങളൊക്കെയാണ് എന്ന് പറയുമ്പോൾ ശ്രുതി ഇങ്ങനെ ആലോചിക്കുക കേട്ടോ അശ്വിൻ്റെ ഓരോരോ കാര്യങ്ങൾ. അതിനുശേഷം അശ്വിൻ മുകളിലേക്ക് പോകുവാണ്. ആ സമയത്ത് പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന ഒച്ച മാത്രമേ കേൾക്കുന്നുള്ളൂ. രാമേട്ടനോടാണ് പൊട്ടിത്തെറിക്കുന്നത്.
രാമേട്ടനോട് പറയണ്ട, അതെ ഞാൻ നിങ്ങളുടെ ജ്യൂസാണ് പറഞ്ഞത്, ഞാൻ ചായയാണ് പറഞ്ഞത്. അയ്യോ കുഞ്ഞിനോട് ജ്യൂസാണ് പറഞ്ഞത്, ഞാൻ ക്ലിയർ ആയിട്ട് കേട്ടു. പിന്നെ മാത്രമല്ല ഈ സമയത്ത് കുഞ്ഞ് മധുരമില്ലാത്ത ജ്യൂസാണല്ലോ കുടിക്കണത്. ഇതേ നിങ്ങൾ എന്നെ പഠിപ്പിക്കൊന്നും വേണ്ട, എല്ലാ സമയത്തും ഈ സമയത്ത് എനിക്ക് ജ്യൂസ് കുടിക്കണമെന്ന് നിങ്ങളാണ് തീരുമാനിക്കുന്നത്, എൻ്റെ ടൈം ടേബിൾ ഉണ്ടാക്കുന്നത് നിങ്ങളാണോ എന്നൊക്കെ ചോദിച്ച് പൊട്ടിത്തെറിക്കാട്ടോ. ഈ കുഞ്ഞിന് ഇത് എന്ത് പറ്റി എന്ന് അഞ്ജലിയും ചോദിക്കുന്നുണ്ട്. എല്ലാവരും മുകളിൽ ആ വഴക്ക് കേട്ടിങ്ങനെ ഇരിക്കാട്ടോ. അതിനുശേഷം പറയണ്ട്, മനതൊക്കെ എനിക്ക് ചായ കൊണ്ടുപോവാ, ഒരു ജ്യൂസ് കൊണ്ടുവന്നിരിക്കണം, ജ്യൂസ്. ഞാൻ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞതാ, എനിക്ക് ജ്യൂസ് അല്ല ചായയാണ് വേണ്ടത്. അയ്യോ കുഞ്ഞെ, ഞാൻ സത്യം പറഞ്ഞത്, ഞാൻ നുണ പറയല്ല, കുഞ്ഞിനോട് ചായ തന്നെയാണ് ചോദിച്ചത്. ദേ നിങ്ങൾക്ക് എന്നിപ്പോൾ എനിക്ക് ചായ എടുത്ത് തരാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞിട്ട് ആ ജ്യൂസ് എടുത്തിട്ട് നിലത്തേക്ക് ഒറ്റ എറിയാട്ടോ അശ്വിൻ. അതിനുശേഷം നമ്മുടെ അശ്വിനെ നോക്കി പേടിപ്പിക്കണം, മര്യാദയ്ക്ക് എനിക്ക് ചായ കൊണ്ടുപോവാ എന്നിങ്ങനെ പറയാണ്. ആ സമയം നമ്മുടെ രാമേട്ടൻ താഴ്ത്തിരുന്ന കുപ്പി ഗ്ലാസ്സൊക്കെ ഇങ്ങനെ പിറക്കി ഇങ്ങനെ എടുക്കുക കേട്ടോ. ഇടോ തനിക്ക് ഇപ്പം തന്നെ നിർബന്ധമാണ് ഈ കുപ്പി ഗ്ലാസ്സൊക്കെ പിറക്കി എടുക്കുന്നു, വെച്ചിട്ട് ഇവിടുന്ന് പോടോ എന്ന് പറയണം. അതെല്ലാം കുഞ്ഞെ കാലിൽ കയറും, അതൊക്കെ ഞാൻ നോക്കിക്കോളാം, പോടോ ഇവിടെ നിന്ന് പറയാണ്. അങ്ങനെ ആ ട്രെയിൽ ഒരു കുപ്പി ഗ്ലാസ് മാത്രം പിറക്കി എടുക്കണം. ആ ട്രേ അവിടെ തന്നെ വെച്ചിട്ട് രാമേട്ടൻ വളരെ വിഷമത്തോട് കൂടി തന്നെ അവിടെ നിന്ന് പോകുവാണ്. രാമേട്ടൻ നിലത്തേക്ക് പോകുമ്പോഴേക്കും അഞ്ജലി ചോദിക്കേണ്ടേ, എന്ത് പറ്റി രാമേട്ട, എന്താ കുഞ്ഞ് ഇത്രമാത്രം ദേഷ്യപ്പെടുന്നെന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ കുഞ്ഞെ ഒന്നും പറയണ്ട, എന്നോട് അശ്വിൻ സാർ പ്രത്യേകം പറഞ്ഞാണ് ചായ മതി എന്ന്. അതുകൊണ്ട് ഞാൻ ചായ ജ്യൂസ് മതി എന്ന് പ്രത്യേകം പറഞ്ഞുകൊണ്ടാണ് ഞാൻ ജ്യൂസായിട്ട് പോയത്. അവിടെ പോയപ്പോൾ പറയാ ചായ മതിയെന്ന്. എന്ത് പറയാനാ, എന്തായാലും ചായ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് രാമേട്ടൻ അവിടെ നിന്ന് പോകുക കേട്ടോ. അതിനുശേഷം മുത്തശ്ശി പറയുന്നുണ്ട്, കുഞ്ഞിൻ്റെ ആ ദേഷ്യം വീണ്ടും 2 ദിവസമായിട്ട് വീണ്ടും തുടങ്ങിയിട്ടുണ്ടല്ലോ അഞ്ജലി മോളെ. അത് ശരിയാ അഞ്ജലി മോളെ, ഇത് നമുക്ക് എന്തായാലും ജോൾസിൻ്റെ അടുത്ത് പോകണം കേട്ടോ. ലാവണ്യമോളുടെ ജാതകമൊക്കെ ഒന്ന് നോക്കണമല്ലോ, കുഞ്ഞിൻ്റെ ജാതകമായിട്ട്. അതുകൊണ്ട് ജോൾസിൻ്റെ അടുത്ത് പോകണം. ശ്രുതി നീയും വാ എന്ന് പറഞ്ഞിട്ട് ശ്രുതിനെ വിളിച്ചിട്ട് അപ്പം ആ ശ്രുതി പറയുന്നുണ്ട്, അഞ്ജലി മേഡം ഞാൻ ഈ ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ശ്രുതി പറയണൊക്കെ ഉണ്ട്, സോറി ആ ഭാഗം പറയാൻ മറന്നു. ശ്രുതിക്ക് ആദ്യം ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. അത് സമയത്ത് ശ്രുതി പറഞ്ഞു, ഇതൊന്നും വേണ്ടായെന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയണ്ട, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, നീ ഇവിടെ വന്നതിൻ്റെ ഞങ്ങളുടെ ഒരു സന്തോഷമാണ് പറഞ്ഞിട്ട് ആ ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് ശ്രുതി പറഞ്ഞത്, ഈ ഗിഫ്റ്റൊക്കെ ഇവിടെ ഇരിക്കട്ടെ, ഇതൊക്കെ എടുത്തു വെച്ചിട്ട് നിങ്ങളുടെ കൂടെ വരാമെന്ന് പറഞ്ഞിട്ട് ശ്രുതി ആ ഗിഫ്റ്റൊക്കെ ഇങ്ങനെ പതുക്കെ എടുത്തു വയ്ക്കുമായിരിക്കും. ആ സമയത്ത് അഞ്ജലിയും മുത്തശ്ശിയും ലാവണ്യം കൂടി അപ്പുറത്തേക്ക് ഇങ്ങനെ പോകുക കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയുടെ അച്ഛനെയാണ്. ശ്രുതിയുടെ അച്ഛൻ എഴുന്നേറ്റിട്ട് ഇങ്ങനെ അമ്മേനെ വിളിക്കാൻ വേണ്ടി ഇങ്ങനെ ശ്രമിക്കുമ്പോഴേക്കും ആ ശ്യാം അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താ അച്ഛാ, എന്നെ അന്വേഷിക്കുമായിരുന്നോ? അയ്യോ അങ്കിള്, ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, എന്നെ കാണാതെ വിഷമിക്കുമായിരുന്നു അങ്കിള് എന്ന് ചോദിക്കാന്. ആരെ അന്വേഷിക്കണത് അങ്കിള്, അമ്മേനെയാണോ അതോ അനിയത്തിനെയോ? 2 പേരും ഇവിടെ ഇല്ല കേട്ടോ, നാത്തുമാർ 2 പേരും കൂടി ജോൽസിൻ്റെ അടുത്തേക്ക് പോയിരിക്കുക, എന്താണ് ജാതകം നോക്കാൻ വേണ്ടി. എത്രയും പെട്ടെന്ന് നല്ലൊരു സമയം തന്നെ മുഹൂർത്തം കുറിച്ച് തരാൻ വേണ്ടി, എത്രയും പെട്ടെന്ന് എൻ്റെ ശ്രുതി മോളുടെ വിവാഹ നിശ്ചയം നടത്താൻ വേണ്ടിയിട്ട്, അതെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അച്ഛനിപ്പോൾ എഴുന്നേറ്റ് തന്നീരാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. മരുന്ന് കഴിക്കാൻ സമയമായില്ലേ, ഞാൻ മരുന്നെടുത്ത് തരാം, എല്ലാം എന്നെ ഏൽപ്പിച്ചിട്ടാണ് പോയിരിക്കണത് എന്ന് പറഞ്ഞിട്ട് മരുന്നെടുക്കുക കേട്ടോ. അതിനുശേഷം മരുന്നിങ്ങനെ പൊട്ടിച്ചിട്ട് നമ്മുടെ ശ്യാം ഇങ്ങനെ എടുക്കുന്നുണ്ട്. ഇന്ന് വായ തുറക്ക് എന്ന് പറയാണ്. അച്ഛൻ പതുക്കെ വായ തുറക്കുമ്പോഴേക്കും ആ മരുന്ന് വേഗം തന്നെ ജനലിൽ തുറന്നിട്ട് ജനലിൽ അപ്പുറത്തേക്ക് അറിയുക കേട്ടോ. അതെ എനിക്ക് വളരെ ടെൻഷൻ പോലെ അച്ഛൻ, അതാ ഞാൻ മരുന്ന് കളഞ്ഞത്. അതെ ജോൾസിന് എന്ത് പറയുമെന്നോ, ചിലപ്പോൾ ഒരുപാട് നാൾ കഴിഞ്ഞിട്ടാണ് കല്യാണം നല്ലൊരു മുഹൂർത്തം എന്ന് പറഞ്ഞാൽ ഞാൻ തകർന്നു പോകും. അതല്ല എത്രയും പെട്ടെന്ന് നടത്തണമെന്ന് പറഞ്ഞാൽ എനിക്ക് വല്ലാത്ത സന്തോഷവും. എന്തായാലും എത്രയും പെട്ടെന്ന് നടത്താൻ പറയുമായിരിക്കും അല്ലേ, എത്രയും പെട്ടെന്ന് നടക്കട്ടെ, എന്നിട്ട് അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കാം, എന്നിട്ട് ഞാൻ കറക്റ്റ് സമയത്ത് മരുന്നൊക്കെ തരാം. അതുവരെ അച്ഛൻ മരുന്ന് കഴിക്കാണ്ട് ഇങ്ങനെ തന്നെ കിടക്കണേ നല്ലത്. അപ്പോൾ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ സ്പീഡപ്പ് ആവുമല്ലോ. എങ്ങനെ ഞാൻ പറഞ്ഞത് മനസ്സിലായോ എന്ന് ശ്യാം നമ്മുടെ അച്ഛനോട് ചോദിക്കുമ്പോൾ അച്ഛനാകെ ദേഷ്യം വരുമെന്ന ഒരു ഭാഗത്തോട് കൂടിയിട്ടാണ് കേട്ടോ എന്ത് എപ്പിസോഡ് തീരുന്നത്. ഇന്നും ആ ഭാഗങ്ങളൊന്നും കാണിച്ചില്ല കേട്ടോ. ശ്രുതിനെ ഇങ്ങനെ തള്ളുമ്പോഴേക്കും കയ്യിൽ കുപ്പിച്ചില് കൊള്ളുന്ന ഭാഗം ഉണ്ടല്ലോ, മോതിരവില്ല് മുറിയണ ഭാഗം, അത് ഇന്നും ഇല്ല കേട്ടോ. ഇനി തിങ്കളാഴ്ച ഉണ്ടാവുള്ളായിരിക്കും. അപ്പോൾ ബാൻഡേജ് എൻഗേജ്മെന്റ് ആയിട്ട് തിങ്കളാഴ്ച വരെ കാത്തിരിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.